യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ഇന്നലെയും ഇന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. ഇന്നലെയും ഇന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോരാ ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ, ഘോരാ ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ, കരങ്ങളച്ച് മാർവണച്ച സ്നേഹം നിത്യം പാടുക. കരങ്ങളച്ച് മാർവണച്ച സ്നേഹം നിത്യം പാടുക. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ കരത്തിൽ വെച്ചു താഴ്ത്തി എന്നെ കരത്തിൽ വെച്ചു യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമமான ശോധനയിലും താണു വീണു പോകാതെ, യോർദാൻ സമமான ശോധനയിലും താണു വീണു പോകാതെ, ആർക്കും ജയധ്വനിയോട് കാത്തുവാഴ്ത്തും ആർക്കും ജയധ്വനിയോട് കാത്തുവാഴ്ത്തും സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേവൻ ദേവിയെല്ലാം ചേർന്ന് ചെയ്യണം. ദേവിയെല്ലാം ചേർന്ന് ചെയ്യണം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആരോഗ്യപരമായ വളർച്ചയും തലയുടെ ജയവും ഏറ്റെടുക്കണം എന്നൊരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം. കുടപ്രഭുകളെ, തലയും ശരീരവും തമ്മിൽ എപ്പോഴും യോജിച്ചിരിക്കേണ്ടതായ ആ ശ്രേഷ്ഠമായ യോജിപ്പിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ശരീരം പ്രാപിക്കേണ്ടതും
അതിൻ്റെ മഹത്വം തലയ്ക്ക് അർപ്പിക്കേണ്ടതുമാണ് എന്ന തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തല കർത്താവായ ക്രിസ്തുവും ശരീരം സഭയുമാണെന്ന് നമുക്കറിയാമല്ലോ. തലയെ കൂടാതെ ശരീരത്തിന് ജീവിക്കുവാനും വളരുവാനും കഴിയുകയില്ല. തല ജീവനുള്ളതും ശരീരം തളർന്നതുമാകുവാനും പറ്റില്ല. തലയായവൻ മരണത്തെ, പാതാളത്തെ തോൽപ്പിച്ച് ജയം കൈവരിച്ച് ആ ജയം ശരീരമാകുന്ന സഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. തലയായവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ച മരണാധിപനായ പിശാചിനെ തോൽപ്പിച്ചതിന് ശേഷമാണ് ശരീരത്തെ ഉളവാക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഇന്ന് ജയം കൈവരിച്ച തലയും ക്രൂശുമരണത്താൽ സൃഷ്ടിക്കപ്പെട്ട ശരീരവും യോജിക്കപ്പെടുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ആകയാൽ തലയുടെ ജയം ശരീരം ഏറ്റെടുത്ത് അനുഭവിക്കുവാനിടയാകണം. ഈ സഭയെപ്പറ്റി, ഈ ശരീരത്തെപ്പറ്റിയാണ് തലയായവൻ പ്രഖ്യാപിച്ചത്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രിയരെ, തലയെ മറന്നും അവഗണിച്ചും കൊണ്ട് സ്വന്തം നിലയിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശരീരത്തിന്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് പാതാള ഗോപുര ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ ഒക്കുകയില്ല എന്ന് തിരിച്ചറിയുക. സഭയാകുന്ന ശരീരത്തോട് ഓരോ ക്രിസ്ത്യാനികളും ചേർക്കപ്പെടേണ്ടത് ആവശ്യമാണ്. തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അവയവമായി ഓരോ വിശ്വാസിയും യോജിക്കുമ്പോൾ മാത്രമേ തലയാകുന്ന ക്രിസ്തുവിൻ്റെ ജയം ഏറ്റെടുക്കുവാനും അനുഭവിക്കുവാനും കഴിയുകയുള്ളൂ. പ്രിയരെ, ശരീരം മുഴുവൻ സംരക്ഷിക്കപ്പെടുന്നതിൽ തലയ്ക്കാണ് മുഴുവൻ പങ്കുള്ളത്. ശരീരത്തിന് സ്വയമേ സംരക്ഷിക്കപ്പെടുവാനും പ്രവർത്തിക്കുവാനും വളരുവാനും സാധ്യമല്ല. തലയെ കൂടാതെ ശരീരത്തിന് എന്തു വളർച്ച? നമുക്ക് ഓരോരുത്തർക്കും ഏറെ സന്തോഷിക്കുവാൻ ഏറെ വകയുണ്ട്. നാം ഏകാകികളല്ല, നാം ഒറ്റയ്ക്കല്ല ആയിരിക്കേണ്ടത്. യോജിപ്പിലും സഹകരണത്തിലും കൂട്ടായ്മയിലുമാണ്. അതുകൊണ്ടാണ് ജയം നമുക്ക് കൈവരിക്കുവാനും പാതാള ഗോപുര ശക്തികളെ ജയിക്കുവാനുമാകുക. നമുക്കിപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമുണ്ട്. ആ ശരീരത്തിൽ നമ്മുടെ സ്ഥാനം നാം കണ്ടെത്തുമ്പോഴാണ് നാം ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെടുകയും കരുതപ്പെടുകയും ക്രിസ്തു കാൽവറിയിൽ നേടിയ ജയം നമുക്ക് പ്രാപ്യമാകുകയും ചെയ്യുന്നത്. നാം ശരീരമാകുന്ന സഭയുടെ അവയവങ്ങൾ എന്ന നമ്മുടെ സ്ഥാനം നാം മനസ്സിലാക്കി ഏക ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ, പ്രിയരെ, നാം തലയെ മുറുകെ പിടിച്ചുകൊണ്ടും ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ പോഷകാഹാരം ലഭിക്കുവാനുള്ള വഴികൾ തുറക്കുകയും അതിൽ നിലനിന്ന് ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സകല ദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും സകല വീഴ്ചകളിൽ നിന്നുള്ള വിടുതലുകളും ആത്മീയ വളർച്ചയും ലഭ്യമാകുന്നത്. തലയായവനിൽ നിന്നാണ് വളർച്ച പ്രാപിക്കേണ്ടത്. തലയ്ക്കൊത്ത ഒരു വളർച്ച ശരീരം പ്രാപിക്കണം. ഓരോ അവയവങ്ങളുടെയും യഥാസമയമുള്ള വളർച്ചയാണ് ശരീരത്തിൻ്റെ പുഷ്ടി എന്ന് പറയുന്നത്. ആത്മീയ വളർച്ച ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് പ്രിയരെ. അത് ക്രിസ്തുവാകുന്ന ശിരസ്സിനോടുള്ള ബന്ധത്താലും കൂട്ടായ്മയിലുമാണ് നാം അത് പ്രാപിക്കേണ്ടത്. പ്രിയരെ, ശരീരം ക്രിസ്തുവാകുന്ന തലയോളം വളരണം. വളർച്ച ശരീരത്തിൻ്റെ മുഴുവനുമുള്ള യോജിച്ചുള്ള പ്രവൃത്തി കൊണ്ടും തലയുടെ നിയന്ത്രണത്തിലുമാണ്. ഞരമ്പുകളും കോശങ്ങളും സന്ധികളും മാംസപേശികളും ആന്തരികാവയവങ്ങളും ഒക്കെ അന്യോന്യം ബന്ധപ്പെട്ടും യോജിച്ചും സഹകരിക്കുമ്പോൾ നമ്മുടെ ശരീരം, സഭയാകുന്ന ശരീരം ബലപ്പെട്ടിരിക്കും. സഭ എന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും സഭയിലെ ഓരോ അംഗങ്ങളുമാണ്, ഓരോ വിശ്വാസികളുമാണ് എന്ന് തിരിച്ചറിയുക. സഭയുടെ വളർച്ച അതിൻ്റെ അംഗങ്ങളുടെ വളർച്ചയാണ്. ഓരോരുത്തർക്കും വളരുവാൻ വേണ്ട സാഹചര്യം ശരീരത്തിലുണ്ട്. അംഗങ്ങളുടെ വളർച്ച
ആരോഗ്യകരമായ വളർച്ചയായിരിക്കണം. അതല്ല എങ്കിൽ ആ വളർച്ച നിയന്ത്രിക്കപ്പെടേണ്ടി വരും. ആരോഗ്യകരമായ വളർച്ചയില്ലാത്തതിനെയൊക്കെ കത്തിവെക്കേണ്ടി വരികയും ചെയ്യുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന ദൈവിക വളർച്ച നിങ്ങൾക്ക് പ്രാപിക്കുവാനായോ? നിങ്ങൾ ശരീരത്തിൽ നിങ്ങളുടേതായ സ്ഥാനം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സഭയിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടേതായ സ്ഥാനം എന്താണ് എന്ന് കണ്ടെത്തുവാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ശരീരത്തിൽ ആരോഗ്യകരമായ ഒരു വളർച്ചയ്ക്ക് നിങ്ങൾ പൂർണ്ണമായി ശരീരത്തോട് സംയോജിക്കപ്പെട്ടോ? ആത്മശോധനയ്ക്ക് വിധേയരായി തീരുക. ക്രിസ്തുവിന്റെ ജയം ശരീരത്തിന് അവകാശപ്പെട്ടതാകിയാൽ ശരീരാവയവങ്ങളുടെ മേൽ ആ ജയം ഏറ്റെടുത്ത് വളരുവാൻ കൂടപ്പിറപ്പേ താങ്കൾക്ക് ഇടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം, വചനത്തിൻ്റെ ഉപദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടാൻ ഇന്ന് ഈ സമയവും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ തലയാകുന്ന ക്രിസ്തു ഞങ്ങൾക്ക് കാൽവരി ക്രൂശിൽ കൂടി നേടിത്തന്ന ജയം, കാൽവരി ക്രൂശ് മരണത്തിൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ശരീരം, ആ ശരീരത്തിലെ അവയവങ്ങളായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. ആകയാൽ ശരിയായ വളർച്ച, തലയുടെ അന്തസ്സിന് യോജിക്കുന്ന, തലയുടെ പദവിക്ക് അധികാരത്തിന് യോജിക്കുന്ന വളർച്ച പ്രാപിച്ച ശരീരമായി നിലകൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകരണമേ. കർത്താവെ, സ്വയം ശോധനയ്ക്ക് വിധേയപ്പെട്ട് വചനത്തിൻ്റെ അനുസരണം വരുത്തി ജീവിക്കുവാൻ എല്ലാവരും സഹായിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ മക്കളുടെ മേൽ പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവ് സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. മാറാനാഥ. മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, താഴ്ത്തി എന്നെ കരത്തിൽ വെച്ചു താഴ്ത്തി എന്നെ കരത്തിൽ വെച്ചു യേശുവിന്റെ നാമമേ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുന്നു. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുന്നു. ഞാൻ സമമാന ശോധനയിലും താഴ്വീണു പോകാതെ, ഞാൻ സമമാന ശോധനയിലും താഴ്വീണു പോകാതെ, ജയതൊരു കാത്തുവായിട്ടോന്ന സ്നേഹമാച്ചെയ്യും, ജയതൊരു കാത്തുവായിട്ടോന്ന സ്നേഹമാച്ചെയ്യും. സാക്ഷി ചൊല്ലുവി എന്നുവച്ച കൽപ്പനയതാ, എങ്ങും പോയി സാക്ഷി ചൊല്ലുവി എന്നുവച്ച കൽപ്പനയതാ, തേടും തേടിയെല്ലാം ചേർന്ന് ചെയ്യണം, തേടിയെല്ലാം ചേർന്ന് ചെയ്യണം, പേര് ചെയ്യുന്ന യേശുവിന്റെ നാമം, എന്റെ ആത്മാവിൻ ഗീതം, യേശുവിന്റെ നാമം മാത്രം ഉയർത്തുക.
യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടും.